ഞാനിപ്പോൾ ഉള്ളത് അമൃതപുരിയിലെ പ്രധാന സ്റ്റേജിലാണുള്ളത്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതല്ല പറയേണ്ടത്. പുലർച്ചെ മുതൽ തന്നെ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനുള്ള ആ ദിവസത്തെ കാര്യക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 5 മണിയോടെ 72 ഗണപതി ഹോമങ്ങളോടെയായിരുന്നു, ഈ പ്രധാന മന്ദിരം ഗണപതി ഹോമങ്ങളിലൂടെയായിരുന്നു ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, എത്രയോ ഭക്തർ അമ്മയെ നേരിൽ കാണാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെ ഇവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളത്. രാത്രി വൈകുവോളം അമ്മ അവർക്കൊപ്പം ചെലവഴിക്കുന്ന കാഴ്ചയും കണ്ടു. അതിനൊപ്പം തന്നെയാണ് ഇന്ന് രാവിലത്തെ ക്രമീകരണങ്ങളും ആരംഭിച്ചിരുന്നത്. 72 ഗണപതി ഹോമങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു. പിന്നീട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനവാസി വിഭാഗങ്ങൾ ചേർന്ന് നടത്തിയ ഒരു ലോകം ഒരു ഹൃദയം എന്ന സങ്കല്പത്തിലുള്ള ഒരു ശാന്തി പ്രാർത്ഥനയും ഇത് രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിന് തന്നെ അമ്മയുടെ പ്രഥമ ശിഷ്യനായിട്ടുള്ള സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ ഒരു സത്സംഗം അത് ഇവിടേക്ക് ആരംഭിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്സംഗം ഇപ്പോൾ ഇവിടെ ഈ പ്രധാന വേദിയിൽ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മയെ കാണാനായി പലയിടങ്ങളിൽ നിന്നായി എത്തിയിട്ടുള്ള ഭക്തർ അവർ ഈ പ്രധാന സ്റ്റേജിൽ നിരന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു വശത്ത് അത് പ്രഭാത ഭക്ഷണമൊക്കെ കഴിക്കുന്ന തിരക്കും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ സത്സംഗത്തിന് ശേഷം രാവിലെ 7:45 ശരത്തും മഞ്ജരിയും അവരുടെ സംഘവും ചേർന്ന് നടത്തുന്ന ഒരു സംഗീത വിരുന്ന് അത് ഷെഡ്യൂൾ ചെയ്തിട്ട് 9 മണിക്ക് ഗുരുപാദ പൂജയൊക്കെ ആരംഭിക്കും. 9:45 അമ്മയുടെ സത്സംഗം. അമ്മയുടെ വചനങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് അമ്മ എത്തുകയും ആ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, അമ്മയുടെ സന്ദേശം അവർക്ക് പകർന്നു നൽകുകയും ചെയ്യും. തുടർന്ന് ലോകശാന്തിക്കായിട്ടുള്ള ഒരു ധ്യാനവും ഭജനയും ഒക്കെ ഉണ്ട്. 11 മണിയോടെയാണ് ഈ ഔപചാരികമായ ഒരു ചടങ്ങുകളുടെ ഒരു ആരംഭം എന്ന് നമുക്ക് പറയാൻ കഴിയും. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് 25 വർഷം മുമ്പ് UN അമ്മ നടത്തിയ ഒരു മലയാള പ്രഭാഷണത്തിൻ്റെ വീഡിയോ പ്രദർശനമാണ് ആദ്യത്തേത് ഔപചാരിക ചടങ്ങുകളുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തെ ഉപയോഗിച്ച് സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന ഒരു ഉപന്യാസ മത്സരം ഉണ്ട്, അതിൻ്റെ ഉദ്ഘാടനമുണ്ട്. പിന്നീട് അമ്മയുടെ ശിഷ്യന്മാരായ അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അവർ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തക സമാഹാരമായിട്ടുള്ള അനുഭവങ്ങളുടെ അമ്മക്കടൽ എന്ന പുസ്തക സമാഹാരം, അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങ് ഉണ്ട്, അനാച്ഛാദനമുണ്ട്. അതിനുശേഷം PR നാഥന് അമൃതകീർത്തി പുരസ്കാരം സമ്മാനിക്കും. തുടർന്ന് വിവിധ ആശുപത്രികളിലായി ഈ അമൃതയുടെ ആശുപത്രികളിലായി അവിടെ നടത്താൻ പോകുന്ന സൗജന്യ ശസ്ത്രക്രിയകളെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനമുണ്ടാകും. തുടർന്ന് അമൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെ പുതിയ യുനെസ്കോ ചെയറിൻ്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടാകും. പിന്നീട് വിവിധ സേവന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനം, പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ടവർക്ക് 6,000 ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട്. പുതിയ ആശ്രമ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം, അതിഥികളുടെ ഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സഹായ വിതരണങ്ങൾ, സമൂഹ വിഭാഗം, അങ്ങനെയുള്ള ചടങ്ങുകൾ, വിവിധ ചടങ്ങുകൾ നടക്കുന്നു. വീണ്ടും ഉച്ചയ്ക്ക് 2 മണിക്ക് അമ്മയുടെ ദർശനം ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ ദർശനവേദിയിൽ മറ്റ് കലാപരിപാടികളും ഉണ്ടാകും. എന്തായാലും വലിയൊരു ജനക്കൂട്ടത്തെ തന്നെ, അല്ലെങ്കിൽ വലിയൊരു വിശ്വാസ സമൂഹത്തെ തന്നെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 10,000-ലധികം ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ വേദിയുണ്ട്. ഈ വേദിയിൽ വിവിധ തരത്തിലുള്ള LED സ്ക്രീനുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അമ്മയെ അടുത്ത് ചെന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയുടെ വാക്കുകളും അമ്മയെ കാണാനുമായി LED സ്ക്രീനുകളും ഈ പ്രധാന സ്റ്റേജിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ എപ്പോഴേ പൂർത്തിയായി, ചടങ്ങുകളൊക്കെ പുലർച്ചെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഔപചാരികമായ ചടങ്ങുകളിലേക്കും ആ രീതി അമ്മയുടെ ദർശനത്തിലേക്കും അമ്മയുടെ വാക്കുകളിലേക്കും ഒക്കെയാണ് ഇനി ഈ അമൃതപുരി കാതോർത്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ ഈ സ്റ്റേജിൽ പലയിടങ്ങളിലായി ഓരോരുത്തർക്കും നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ഇടങ്ങളിൽ അമ്മയുടെ ഭക്തർ അവരങ്ങനെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. മറ്റുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടുമിരിക്കുന്നു. ഒരു 8 മണിയോടെയൊക്കെ തന്നെ ഈ സ്റ്റേജ് പൂർണ്ണമായും നിറഞ്ഞു കവിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ ലഘുഭക്ഷണമൊക്കെ നൽകി തുടങ്ങിയിരിക്കുന്നു. കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈദ്യസഹായത്തിനുള്ള സജ്ജീകരണങ്ങൾ, അവരെ സഹായിക്കാനായി അമൃതയുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അമ്മയുടെ ഭക്തരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഒരുങ്ങി നിൽക്കുന്നു. വോളണ്ടിയേഴ്സൊക്കെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.